Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, Good Miss. afternoon. എല്ലാരും ഭക്ഷണമൊക്കെ കഴിച്ചോ? ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിച്ചു. മിസ് കഴിച്ചോ? ഞാൻ കഴിച്ചിട്ടില്ല. 2 ദിവസമായിട്ട് നല്ല തിരക്കാ, അതുകൊണ്ട് കഴിക്കാൻ പറ്റിയിട്ടില്ല. ഓക്കെ. ഇന്നലെ കഴിച്ചില്ല, ഇന്നും കഴിച്ചില്ല. നിങ്ങക്ക് ലഞ്ച് ബ്രേക്ക് ഇല്ലേ? ലഞ്ച് ബ്രേക്ക് ഉണ്ട്. ഞാനിന്ന് ഉച്ചയ്ക്ക് എത്തിയത്, അതുകൊണ്ടാ. ഉച്ചയ്ക്ക് എത്തി, ഒരു 1:25 എത്തിയപ്പോ. പിന്നെ ക്ലാസ് ഉണ്ടായിരുന്നു, പിന്നെ കഴിക്കാൻ പറ്റില്ല. എന്താ അബ്ദുൽ സമദേ? എന്ത് ചോദിക്കാൻ വന്നു? ഇല്ല, ടയേർഡായതാ. ടയേർഡാ? എന്തൊക്കെയോ പറയുന്നുണ്ടല്ലോ, എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഓർക്കൊന്നുമില്ല. ഉറക്കം വരുന്നില്ല? ഇല്ല. 20, 19, 18, 17. നമ്മൾ ഇന്നലെ എവിടെ വരെയാ പറഞ്ഞത്? മെത്തേഡ്സ് ഓഫ് ടെക്നിക്സ് ഓഫ് റിക്രൂട്ട്മെന്റ് അല്ലേ, അതാണോ പറഞ്ഞത്? റിക്രൂട്ട്മെന്റ്, ടാലന്റ് ആപ്ലിക്കേഷൻ. ഇതൊക്കെ പറഞ്ഞു. സൈക്കോളജിക്കൽ ടെസ്റ്റ് ഒക്കെ പറഞ്ഞു, അതൊക്കെ നോട്ട് ചെയ്യണം എന്ന് പറഞ്ഞു. ഇന്റർവ്യൂസ് അല്ലേ, ടൈപ്സ് ഓഫ് ഇന്റർവ്യൂസ് നോക്കണം കേട്ടോ എല്ലാരും. പാറ്റേൺഡ് ഓർ സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ നോക്കണം, നോൺ ഡയറക്റ്റീവ് ഫ്രീ ഇന്റർവ്യൂ, ഡെപ്ത് ഓർ ആക്ഷൻ ഇന്റർവ്യൂ, ഗ്രൂപ്പ് ഓർ ഡിസ്കഷൻ ഇന്റർവ്യൂ, പാനൽ ഓർ ബോർഡ് ഇന്റർവ്യൂ, സ്ട്രെസ് ഇന്റർവ്യൂ. പിന്നെ അതുപോലെ തന്നെ പ്രൊമോഷൻ എന്താണെന്ന് നോക്കി വെക്കണം. A promotion means the transfer of an employee to a job which pays more money or one that carries some preferred status. അണ്ടർലൈൻ ചെയ്യാട്ടോ. ഞാനൊന്ന് മൈക്ക് ഓഫ് ആയിരിക്കുവാണ് കേട്ടോ, സൗദൊന്നും വിചാരിക്കരുതേ. മൈക്ക് ഓഫ് ചെയ്യുവാണേ. പിന്നെ ഡിമോഷൻ, അതൊക്കെ നോക്കി വെക്കണം കേട്ടോ. ഡിമോഷൻ മീൻസ് ദ ലോവറിംഗ് ഡൗൺ ഓഫ് സ്റ്റാറ്റസ്, സാലറി ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് ആൻ എംപ്ലോയി. പിന്നെ ട്രാൻസ്ഫർ എന്താണെന്ന് നോക്കണം. പിന്നെ സെപ്പറേഷൻ എന്താണെന്ന് നോക്കണം കേട്ടോ. 3 തരത്തിലുള്ളതുണ്ട്. റെസിഗ്നേഷൻ ഉണ്ട്, പിന്നെ ഡിസ്ചാർജ് അല്ലെങ്കിൽ ഡിസ്മിസൽ ഉണ്ട്, സസ്പെൻഷൻ ഉണ്ട്, ലേ ഓഫ് ഉണ്ട്. പിന്നെ എംപ്ലോയി ട്രെയിനിങ് ആണ് കേട്ടോ. എംപ്ലോയി ട്രെയിനിങ് എന്ന് പറയുമ്പോൾ ഓൺ ദി ജോബ് ട്രെയിനിങ് നോക്കണം, അത് അടയാളപ്പെടുത്തണം. പിന്നെ അതിൽ തന്നെ ജോബ് ഇൻസ്ട്രക്ഷൻ ട്രെയിനിങ് ഉണ്ട്, അപ്രന്റീഷിപ്പ് ഉണ്ട്, ഓഫ് ദി ജോബ് മെത്തേഡില് ലെക്ചേഴ്സ് ഉണ്ട്, വെസ്റ്റിബിൾ ട്രെയിനിങ് ഉണ്ട്, പിന്നെ കോൺഫറൻസ്, ഗ്രൂപ്പ് ഡിസ്കഷൻ, കേസ് സ്റ്റഡി, റോൾ പ്ലേയിങ്, പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ, ടി ഗ്രൂപ്പ് ട്രെയിനിങ്, അതൊക്കെ എന്ത് ചെയ്യാ നോക്കി വെക്കുക. പിന്നെ മോട്ടിവേഷനില് ഫിനാൻഷ്യൽ മോട്ടിവേറ്റേഴ്സും നോൺ ഫിനാൻഷ്യൽ മോട്ടിവേറ്റേഴ്സും എന്ത് ചെയ്യാൻ നോക്കി വെക്കുക. ചുരുക്കി പറഞ്ഞാൽ എല്ലാരും നോക്കി വെക്കണം കേട്ടോ. ഇതിനകത്ത് വളരെ വലിയ ചാപ്റ്റർ ആണ്, അപ്പൊ അതിനനുസരിച്ച് ചോദ്യങ്ങളും ഇതിനകത്ത് ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ കോസ് ഓഫ് ഗ്രീവൻസ് റിഗാർഡിംഗ് വേജസ്, റിഗാർഡിംഗ് സൂപ്പർവിഷൻ, റിഗാർഡിംഗ് ഇൻഡിവിജ്വൽ അഡ്വാൻസ്മെന്റ്,
ജനറൽ വർക്കിംഗ് കണ്ടീഷൻ, കളക്റ്റീവ് ബാർഗൈൻ. ഓക്കെ, മനസ്സിലായല്ലോ? ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങൾ നോക്കി. ആരും ഇനി ഒരു ചാപ്റ്റർ എടുക്കാനൊന്നും ഇല്ലല്ലോ, എല്ലാവരും ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ആക്കിയില്ലേ ടീച്ചേഴ്സ്? എല്ലാ ചാപ്റ്റേഴ്സും കംപ്ലീറ്റഡ് ആണ് അല്ലേ? ഓക്കെ. ഒരു സെക്കൻഡ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ പറയുന്നേ. Which of the following is not one of the 4 types of resources in an organization? First one, money. Second, material. Third, market. Fourth, human resources. ഏതാ? മാർക്കറ്റ് ആണ് അല്ലേ? ഓക്കെ, അപ്പൊ ഹ്യൂമൻ എന്താ പറയാ, നാല് തരത്തിലുള്ള റിസോഴ്സസിൽ പെടാത്തത് ഏതാണ്? അപ്പൊ നമുക്കറിയാം അത് മാർക്കറ്റ് ആണ്. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം. Human resource management, HRM, is described as being concerned with the relationship between whom? ഒന്നുകൂടി ചോദ്യം ആവർത്തിക്കാം. Human resource management is described as being concerned with the relationship between whom? First, management and trade unions. Second, employer and employees. Third, machine operators and machines. Fourth, management and lower level staff. ഏതാണ് വരുന്നേ? B ആണ് അല്ലേ? Employer and employees. Okay. ഇനി അടുത്തൊരു ചോദ്യമാണ്. According to Edward Flip definition, personal management includes planning, organizing, directing, and what other function? Option A, marketing. Option B, controlling. Option C, selling. Option D, innovating. ഏതാണ്? Controlling ആണ്. Okay. The next ചോദ്യം. Dunn and Stephen definition of personal management involves attracting, holding, and what other process? Option A, motivating people. Option B, firing people. Option C, training machines. Option D, investing capital. ഏതാ വരിക? മോട്ടിവേറ്റിംഗ് പീപ്പിൾ അല്ലേ? മോട്ടിവേറ്റിംഗ് പീപ്പിൾ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യമാണ്. Which quality is not listed as a characteristic of a personal manager? Option A, knowledge of behavioral sciences. Option B, expertise in financial accounting. Option C, an acute sense of social justice.
ഓപ്ഷൻ ഡി ദ കേപ്പബിലിറ്റി ഓഫ് ക്രിയേറ്റീവ് തിങ്കിങ്. ഏതാ വരിക? ഓപ്ഷൻ ബി ആണ് അല്ലെ, എക്സ്പെർട്ടൈസ് ഇൻ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, the welfare role of a personal manager includes managing services like the canteens and what else? Option A recruitment, option B salary administration, option C crutches, option D grievance handling. ഏതാണ് വരുന്നത്? ക്രച്ചസ് ആണ് വരുന്നത് അല്ലെ? ഓക്കെ ഓക്കെ, ക്രച്ചസ് ആണ് വരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ആണ് handling grievance and setting disputes falls under which role of a personal manager? Option A personal role, option B welfare role, option C clerical role, option D firefighting legal role. ഏതാ വരിക? ഓപ്ഷൻ ബി ആണ്, ഫയർ ഫൈറ്റിംഗ് ലീഗൽ റോൾ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, വെരി ഗുഡ്. ഇനി നെക്സ്റ്റ് വൺ ആണ്, വാട്ട് ഈസ് എ പേഴ്സണൽ പോളിസി? എന്താണ് പേഴ്സണൽ പോളിസി? ഓപ്ഷൻ എ ക്രിയേറ്റീവ് ഡിസിഷൻ മെയ്ഡ് ഇൻ എ ക്രൈസിസ്, എ പ്രീ പ്ലാൻഡ് കോഴ്സ് ഓഫ് ആക്ഷൻ ദാറ്റ് എസ്റ്റാബ്ലിഷസ് എ ഗൈഡ്, ഓപ്ഷൻ സി ആൻ ഇൻഫോർമൽ വെർബൽ അഗ്രിമെന്റ്, ഓപ്ഷൻ ഡി എ ഡോക്യുമെന്റ് ഡീറ്റെയിലിംഗ് ആൻ എംപ്ലോയി പെർഫോമൻസ്. എന്താണ് പേഴ്സണൽ പോളിസി? ബി ആണ് അല്ലെ, a pre-planned course of action that establishes a guide. അതാണ് കേട്ടോ ഉത്തരമായിട്ട് വരുന്നേ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, which of the following is an objective of personal policies? ഫസ്റ്റ് വൺ, ചോദ്യം ഒന്നും കൂടി ഞാൻ ആവർത്തിക്കാം. which of the following is an objective of personal policies? Option A to decrease wages, option B to ensure security of employment, option C to limit the use of human resources, option D to create a conflict in industrial relation. ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? To ensure security of employment. അതാണ് കേട്ടോ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, what is the definition of recruitment? What is the definition of recruitment ആണ് കേട്ടോ. ഓപ്ഷൻ എ the process of hiring employees, option B the discovering of talented applicants for all the organizational vacancies, option C the process of promoting employees, option D the final selection interview. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. എന്താണ്? the discovering of talented applicants for organizational vacancies. ഓക്കെ, ഇനി അടുത്ത ചോദ്യമാണ്, which of the following is an internal source of recruitment? Which of the following is an internal source of recruitment? Option A college students, option B the unemployed, option C its present working force, option D retired experienced person. ആരാണ് വരുന്നത്? ഓപ്ഷൻ സി ആണ് അല്ലെ, its present working force. ഇനി അടുത്ത ചോദ്യമാണ്, advertising in newspapers and on the radio is what kind of recruitment method? Option A direct method, option B indirect method, option C third party method, option D internal method. ഏതാണ് വരിക? ഓക്കെ, ഇൻഡയറക്റ്റ് മെത്തേഡ് ആണ് അല്ലേ. ഇനി അടുത്ത ചോദ്യം പറയാം, what does an aptitude test try to measure? What does an aptitude test try to measure? Option A your developed knowledge or skill, option B your ability to carry out tasks and react to situation at work, option C your personality traits, option D your preference
ഫോർ സ്പെസിഫിക് ഫീൽഡ് ഓർ ആക്ടിവിറ്റീസ്. ഏതാണ് വരിക? ഓപ്ഷൻ ബി ആണ് അല്ലെ? ഓപ്ഷൻ ബി ആണ് കേട്ടോ വരുന്നത്. യുവർ എബിലിറ്റി ടു ക്യാരി യുവർ ടാസ്ക് ആൻഡ് റിയാക്ട് ടു സിറ്റുവേഷൻ അറ്റ് വർക്ക്. അതാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ. Then next, what is promotion? What is a promotion? അതാണ് ചോദ്യം. Option A, the lowering down of status and salary. Option B, a horizontal movement of an employee. Option C, the transfer of an employee to a job which pays more money or has preferred status. ഏതാണ്? C ആണ് കേട്ടോ. The transfer of an employee to a job which pays more money or has preferred status. അതാണ് ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ. ഇനി അടുത്തത് വാട്ട് ഈസ് ഡിമോഷൻ ആണ് കേട്ടോ. ഡിമോഷൻ എന്താണ്? അത് നിങ്ങളൊന്ന് ഓപ്ഷൻ ഇല്ലാതെ പറഞ്ഞേ. എന്താണ് ഡിമോഷൻ? ഡിമോഷൻ എന്താ? എന്താണ് ഡിമോഷൻ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഓപ്ഷൻ വേണോ? The transfer of an employee to a job with a more responsibility. ആണോ? അതാണോ? Lowering down of status അല്ലേ? The lowering down of the status, salary and responsibility of an employee ആണ് demotion എന്ന് പറയുന്നത് കേട്ടോ. അടുത്ത ചോദ്യം പറയാം. In which training method are employees trained at their places of work using actual tools? In which training methods are employees trained at their places of work using actual tools? Option A, off the job training. Option B, on the job training. Option C, vestibule training. Option D, lectures. ഏതാണ്? On the job training. B ആണ് കേട്ടോ. On the job training ആണ്. ഇനി അടുത്തത് what is vestibule? A second. ഞാൻ ചോദ്യം പറഞ്ഞായിരുന്നോ? ഓപ്ഷൻ പറഞ്ഞായിരുന്നോ? വെസ്റ്റിബിൾ ട്രെയിനിങ്ങിന്റെ ഇല്ല അല്ലെ? ഫസ്റ്റ് ഓപ്ഷൻ പറയാം. ട്രെയിനിങ് ഓൺ ദ ആക്ച്വൽ വർക്ക് ഫ്ലോർ. സെക്കൻഡ്, എ ക്ലാസ് റൂം ട്രെയിനിങ് ഡൺ വിത്ത് എക്യുപ്മെന്റ് ഐഡന്റിക്കൽ ടു ദാറ്റ് അറ്റ് ദ വർക്ക് പ്ലേസ്. ഓപ്ഷൻ ബി ആണ് അല്ലെ? ഓക്കെ, വെരി ഗുഡ്. Then next one, role playing as a training method is defined as option A, studying past business problems. Option B, pretending to be someone else or in a specific situation. Option C, listening to an expert speak. Option D, working as an apprentice. എന്താണ്? ഓപ്ഷൻ ബി ആണ് കേട്ടോ. Pretending to be someone else or in a specific situation.
അടുത്തത് praise and prestige are examples of what type of motivators? Praise and prestige. A, financial. B, non-financial. C, both financial and non-financial. D, neither. ഏതാ? ഓപ്ഷൻ സി ആണോ? ഇല്ല. പ്രൈസ് ആൻഡ് പ്രസ്റ്റീജ് എന്ത് മോട്ടിവേറ്ററാ? ഫിനാൻഷ്യൽ ആണ്, നോൺ ഫിനാൻഷ്യൽ ആണ്. പണമല്ലാതെയുള്ള പ്രത്യുപകാരങ്ങൾ അല്ലെങ്കിൽ പണമല്ലാതെയുള്ള ഉപഹാരങ്ങളാണ് എന്ത് നോൺ ഫിനാൻഷ്യലിൽ വരുന്നത് കേട്ടോ. ഓക്കെ, നമുക്ക് പ്രസ്റ്റീജ് അല്ലെങ്കിൽ നമുക്ക് പദവി തരുന്നത്, നമുക്ക് ആനുകൂല്യങ്ങളൊക്കെ തരുന്നത്, അതായത് നമ്മളെ സന്തോഷിപ്പിക്കുന്നത്, ഇതൊക്കെ നോൺ ഫിനാൻഷ്യൽ ആണ് കേട്ടോ. അടുത്തൊരു ചോദ്യം പറയാം. T group training is a kind of learning based on lectures, computer programs, experience, individual study. ഏതാണ് ഉത്തരം വരിക? എക്സ്പീരിയൻസ് ആണ് അല്ലേ? വെരി ഗുഡ്. ഓപ്ഷൻ സി എക്സ്പീരിയൻസ് ആണ് കേട്ടോ വരുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എല്ലാരും ആൻസർ ചെയ്യാൻ പറ്റിയോ? എല്ലാരും ആൻസർ ചെയ്തോ? എല്ലാവരും ഈസി ആണോ? ഈസി ആണ്, കുഴപ്പമില്ല, കുറെ ഈസി ആണ് അല്ലേ? ഓക്കെ, ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നോക്കാം. ചാപ്റ്റർ 9 മാർക്കറ്റിംഗ് കേട്ടോ. എല്ലാവരും എടുത്ത് വെക്കുക കേട്ടോ. എടുത്ത് വെച്ചോ? ഓക്കെ, അതില് മാർക്കറ്റിംഗിനെ പറ്റി പറയുന്നുണ്ട്. ഇറ്റ് ഈസ് എ പെർഫോമൻസ് ഓഫ് ബിസിനസ് ആക്ടിവിറ്റീസ് ദാറ്റ് മാനേജ് ദ ഫ്ലോ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫ്രം ദ പ്രൊഡ്യൂസർ ടു ദ കൺസ്യൂമർ ഓർ യൂസർ. അതുപോലെ തന്നെ ഇറ്റ് ഈസ് ദ ഡെവലപ്മെന്റ് ആൻഡ് സിസ്റ്റമാറ്റിക് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫോർ സെലക്ടഡ് കൺസ്യൂമർ സെഗ്മെന്റ്. അതൊക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. Then marketing is the functional management by an organization of its exchange relation with its various markets. അതും അണ്ടർലൈൻ ചെയ്തിരിക്കുക. Then
ഇതൊന്ന് അണ്ടർലൈൻ ചെയ്യാട്ടോ. മാർക്കറ്റിംഗ് ഹാസ് സെവറൽ ഫംഗ്ഷൻ ലൈക്ക് നീഡ് അസസ്മെന്റ്, മാർക്കറ്റിംഗ് റിസർച്ച്, പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ്, പ്രൈസിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, അതൊന്ന് അണ്ടർലൈൻ ചെയ്യുക. പിന്നെ അടുത്തത് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഏതൊക്കെയാണ്? 4 P's ഏതൊക്കെയാണ് മാർക്കറ്റിംഗിലെ? 4 P's ഏതാണ്? 4 P's മാർക്കറ്റിംഗിലെ ഏതൊക്കെയാ? ഒന്ന് പറഞ്ഞേ. 4 P's ഓഫ് മാർക്കറ്റിംഗ്. പ്രൊഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രൊമോഷൻ അല്ലെ? അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണേ. Then product strategy, distribution strategy ഇതൊക്കെ ഒന്ന് നോക്കി വെക്കുക. പ്രൊമോഷണൽ സ്ട്രാറ്റജി, പ്രൈസിംഗ് സ്ട്രാറ്റജി. പിന്നെ മാർക്കറ്റിംഗ് മിക്സ് എന്താണെന്ന് നോക്കി വെക്കുക. The mixing of the 4 strategies for a successful marketing program and for the containment of the chosen consumer segment is called the marketing mix. Okay, കാര്യം ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. പിന്നെ പ്രൊഡക്റ്റ് സ്ട്രാറ്റജി എന്താണെന്ന് നോക്കി വെക്കണം, വായിക്കണം. പ്ലേസ് സ്ട്രാറ്റജി എന്താണ്? പ്രൊമോഷണൽ സ്ട്രാറ്റജി എന്താണ്? പ്രൈസിംഗ് സ്ട്രാറ്റജി എന്താണ്? അത് 4 എണ്ണം എന്തായാലും നോക്കണം കേട്ടോ. പിന്നെ സ്റ്റെപ്പുകളും നോക്കി വെക്കേണ്ടതുണ്ട്. സ്റ്റെപ്പുകൾ ഓക്കെ. അപ്പോ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പ്രധാനമായിട്ട് നോക്കി വെക്കുക. അതുകൂടാതെ ചാപ്റ്റർ നല്ല രീതിയിൽ വായിക്കണം കേട്ടോ. ഒന്നും വിട്ട് കളയരുത്. ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞിട്ട് അതിൽ നിന്ന് മാത്രം വരുമെന്ന് പ്രതീക്ഷിക്കരുത് കേട്ടോ. ബാക്കിയുള്ള ഭാഗത്തൊന്നും വരും. അപ്പൊ നന്നായിട്ട് ചാപ്റ്റർ വായിക്കാം. ഓക്കെ, അപ്പൊ മനസ്സിലായല്ലോ. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസ് ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം മാർക്കറ്റിംഗിന്റെ. ഫസ്റ്റ് ചോദ്യമാണ്, വാട്ട് ഈസ് എ കോമൺ മിസ്കൺസെപ്ഷൻ അബൌട്ട് മാർക്കറ്റിംഗ്? ഫസ്റ്റ് വൺ, ദാറ്റ് ഇറ്റ് ഈസ് ദ സെയിം ആസ് പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ്. സെക്കൻഡ്, ദാറ്റ് ഇറ്റ് ഈസ് ജസ്റ്റ് അബൌട്ട് സെല്ലിംഗ്. തേർഡ് വൺ, ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് നെസസറി ഫോർ ഹോസ്പിറ്റൽസ്. ഫോർത്ത് വൺ, ദാറ്റ് ഇറ്റ് ഈസ് ഓൺലി ഫോർ ലാർജ് കോർപ്പറേഷൻസ്. 3 ആണ് കേട്ടോ വരുന്നത്. ദാറ്റ് ഇറ്റ് ഈസ് ജസ്റ്റ് അബൌട്ട് സെല്ലിംഗ്. ഓക്കെ, സെല്ലിംഗ് മാത്രമല്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത ചോദ്യമാണ്, സക്സസ്ഫുൾ മാർക്കറ്റിംഗ് റിക്വയർസ് എ ഡീറ്റെയിൽഡ് അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ഡാഷ്. ഓപ്ഷൻ എ പ്രൊഡക്റ്റ് കോസ്റ്റ്, ഓപ്ഷൻ ബി കോമ്പറ്റിറ്റീവ് ഫിനാൻസസ്, ഓപ്ഷൻ സി കസ്റ്റമർ നീഡ്സ് ആൻഡ് റിക്വയർമെന്റ്സ്, ദ ഹിസ്റ്ററി ഓഫ് ദ കമ്പനി. ഏതാണ്? കസ്റ്റമർ നീഡ്സ് ആൻഡ് റിക്വയർമെന്റ്സ്. അതാണ് കേട്ടോ. ഓക്കെ, what are the 4 P's of the marketing mix? Option A, people, process, product, price. Option B, product, price, place, promotion. Option C, plan, procedure, price, promotion. Option D, product, profit, place, people. Option B ആണ് കേട്ടോ. Product, price, place, promotion. Okay. ഇനി അടുത്തൊരു ചോദ്യമാണ്, what is the marketing mix? എന്താണ് marketing mix?
A collection of advertisements, the mixing of the 4 strategies for a successful marketing program, the group of people in the marketing department, the financial budget for marketing. Okay. A collection of advertisements ഉണ്ട്. ഏതാണ് വരിക? ബി ആണല്ലേ വരിക. The mixing of the 4 strategies for a successful marketing program ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഇനി അടുത്തൊരു ചോദ്യമാണ് place strategy is also known as. Place strategy is also known as price strategy, product strategy, promotional strategy, distributional strategy. ഏതാണ് വരുന്നത്? ഡിസ്ട്രിബ്യൂഷണൽ സ്ട്രാറ്റജി ആണ് അല്ലേ? ഓക്കെ. അടുത്ത ചോദ്യം, what is the goal of a distribution strategy? Option A, to have the right goods at the right time at the right place. Option B, to create the most attractive packaging. Option C, to set the most competitive price. Option D, to develop a catchy slogan. ഏതാണ്? To have the right goods at the right time at the right place. അതാണ് വരുന്നത് കേട്ടോ. ഓക്കെ. Then അടുത്ത ചോദ്യം, what is the first step in developing a new product? Option A, screening. Option B, business analysis. Option C, generation of the concept. Option D, test marketing. ഏതാണ് വരുന്നത്? Generation of the concept. Okay. അടുത്ത ചോദ്യം, a checklist used during the screening process might include factors like the color of the CEO car, the availability of raw material personnel, the current weather condition, the number of holiday next year. Okay, ഏതാ വരിക? The availability of raw material personnel. അതാണ് കേട്ടോ വരിക. Okay. അടുത്ത question, when setting marketing goals, it is suggested to plan specific activities for no more than. Option A, 6 months in advance. Option B, 1 year in advance. Option C, 2 years in advance. Option D, 5 years in advance. ഏതാ വരിക? എത്ര വർഷത്തിൽ കൂടുതലുള്ള പ്ലാൻ തയ്യാറാക്കരുതെന്നാ പറയുന്നേ? പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ചോദ്യം ഒന്നും കൂടി പറയാം. When setting marketing goals, it is suggested to plan specific activities for no more than. Option A, 6 months in advance. Option B, 1 year in advance. Option C, 2 years in advance. Option D, 5 years in advance. Option C ആണ് കേട്ടോ, 2 years in advance കേട്ടോ. 2 വർഷമാണ്. അടുത്തൊരു ചോദ്യമാണ്, what is the aim of promotional strategy? Option A, to lower the price of a product. Option B, to boost customer engagement. Option C, to choose a location for a store. Option D, to design a new product. എന്താണ് വരിക? To boost customer engagement. അതാണ് കേട്ടോ ഉത്തരവായിട്ട് വരുന്നേ. ഇനി അടുത്തൊരു ചോദ്യം പറയാം.
The development of a patient self-scheduling system on a website is an example of a pricing strategy, marketing strategy, distribution strategy, financial budget. ഏതാ വരിക? Marketing strategy. ഇനി അടുത്തത് കേട്ടോ. Which type of marketing research involves field test? Option A secondary, option B primary, option C tertiary, option D final. ഏതാ വരിക? ഓപ്ഷൻ ബി പ്രൈമറി ആണ് കേട്ടോ. ഇനി അടുത്തത് brand names and research and development fall under which strategy? ബ്രാൻഡ് നെയിമുകളും റിസർച്ച് ഡെവലപ്മെന്റും ഏത് സ്ട്രാറ്റജിയിലാണ് വരുന്നതെന്നാണ് ചോദിക്കുന്നത്. പ്രൊഡക്റ്റ് സ്ട്രാറ്റജി, പ്ലേസ് സ്ട്രാറ്റജി, പ്രൊമോഷണൽ സ്ട്രാറ്റജി, പ്രൈസിംഗ് സ്ട്രാറ്റജി. ഏതിലാ വരുന്നേ? പ്രൊഡക്റ്റ് സ്ട്രാറ്റജി ആണ് കേട്ടോ. ഓക്കെ, അടുത്തൊരു ചോദ്യമാണ്, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാം. എഫക്റ്റീവ് മാർക്കറ്റിംഗ് ബിഗിൻസ് വിത്ത് ദ ഡാഷ്. പ്രൊഡക്റ്റ്, പ്രൈസ്, അഡ്വർടൈസ്മെന്റ്, കൺസ്യൂമർ. പ്രൊഡക്റ്റ്, പ്രൈസ്, അഡ്വർടൈസ്മെന്റ്, കൺസ്യൂമർ. ഏതാ വരിക? എഫക്റ്റീവ് മാർക്കറ്റിംഗ് ബിഗിൻ ചെയ്യുന്നത് ആരില്ല? കൺസ്യൂമർ ആണ് കേട്ടോ ഉത്തരം വരുന്നേ. കൺസ്യൂമർ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ഓക്കെ ആണ്. അടുത്ത ചാപ്റ്റർ ക്വാളിറ്റി അഷ്വറൻസ് തന്നെ ആവാണ് കേട്ടോ. എടുത്തു വെക്കാം കേട്ടോ.
ഓക്കെ, നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നുന്നു ക്ലാസ്സിൽ, ക്വാളിറ്റി അഷുറൻസ് ആൻഡ് ഇംപ്രൂവ്മെന്റ്സിൽ എല്ലാത്തിന്റെയും ഷോർട്ട് ഫോമുകളും ഫുൾ ഫോമുകളും ഒക്കെ നോക്കി വെക്കുക. ക്വാളിറ്റി അഷുറൻസ് എന്ന് പറഞ്ഞാൽ QA ആണ്, ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ QA ആണ്, ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് TQM ആണ്, പിന്നെ ക്വാളിറ്റി കൺട്രോൾ QC ആണ്. അതൊക്കെ എന്ത് ചെയ്യണം, നോക്കി വെക്കണം. പിന്നെ ജോബ് ഡിസ്ക്രിപ്ഷൻ, റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജർ. The quality manager in a hospital must support the quality assurance programs. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. പിന്നെ അക്രഡിറ്റേഷൻ എന്താണെന്ന് നോക്കി വെക്കുക. അക്രഡിറ്റേഷൻ refers to public recognition for a hospital to be accredited. അതൊക്കെ ഒന്ന് നോക്കി വെക്കുക കേട്ടോ. പബ്ലിക് റെക്കഗ്നിഷൻ അണ്ടർലൈൻ ചെയ്യുക. പിന്നെ ബെനിഫിറ്റ്സ് ഓഫ് അക്രഡിറ്റേഷനില് പേഷ്യൻസിന്റെ ബെനിഫിറ്റ്സ് കൊടുത്തിട്ടുണ്ട്, ഓർഗനൈസേഷന്റെ ബെനിഫിറ്റ്സ് കൊടുത്തിട്ടുണ്ട്, അത് കൂടാതെ സ്റ്റാഫിന്റെ ബെനിഫിറ്റ്സും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ വായിക്കണം, വിടാതെ പോകരുത്. പിന്നെ അക്രഡിറ്റേഷൻ ബോഡീസ്, NAB എന്നെ ബേസിച്ച് അതിന്റെ ഫുൾ ഫോം നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽസ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്. പിന്നെ NABL ഫുൾ ഫോം എന്താ? NABL ഫുൾ ഫോം ഒന്ന് കമന്റ് ചെയ്തേ. NABL ഫുൾ ഫോം എന്താ? Please tell me. ലാബുമായി ബന്ധപ്പെട്ടതാണ്. ഫുൾ ഫോം എന്താണ്? NABL ഒന്ന് നോക്കി എഴുതി വെച്ചിട്ടുണ്ടാവുന്ന NABL ഫുൾ ഫോം. നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ, അതാണ്. അത് മാത്രമേ ഉള്ളോ? ഫുൾ ഫോം കറക്റ്റ് ആയിട്ട് പറഞ്ഞേ. നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ടെസ്റ്റിംഗ് ആൻഡ് കാലിബ്രേഷൻ ലബോറട്ടറീസ് അല്ലെ, അതാണ് ഫുൾ ഫോം വരുന്നത് കേട്ടോ. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ACHSI, ഓസ്ട്രേലിയൻ കൗൺസിൽ ഓൺ ഹെൽത്ത് കെയർ സ്റ്റാൻഡേർഡ്സ് ഇന്റർനാഷണൽ, അതും വരുന്നുണ്ട് അല്ലെ. ഓക്കെ, അപ്പൊ ഫുൾ ഫോം ഒക്കെ എന്ത് ചെയ്യാ, നോക്കി വെക്കുക. പിന്നെ JCA പ്രത്യേകത ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ ആണ് കേട്ടോ. ഓക്കെ, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഇന്റർനാഷണൽ അക്രഡിറ്റേറ്റർ ആണ് ആര്? JCA എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നാബിനെ കുറിച്ചിട്ടാണ് കൂടുതൽ പറയാനായിട്ടുള്ളത്. നാബ് ഒരു ഓട്ടോണമസ് ബോഡിയാണ്. ആരുടെ അണ്ടറിലാണ് പ്രവർത്തിക്കുന്നത്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അണ്ടറിൽ പ്രവർത്തിക്കുന്ന ഒരു ഓട്ടോണമസ് ബോഡിയാണ് എന്ത് നാബ് എന്ന് പറയുന്നത്. നാബ് SHCO കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഹോസ്പിറ്റൽസിലെ ബെഡുകളുടെ എണ്ണം എത്രയാണ്? SHCO കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഹോസ്പിറ്റലിലെ ബെഡുകളുടെ എണ്ണം എത്രയാ? ലെസ് ദാൻ 50 ബെഡ്സ് അല്ലെ. അപ്പൊ HCO കാറ്റഗറിയിൽ പെടുത്തിയിരിക്കുന്നതാണെങ്കിലോ, HCO കാറ്റഗറി മോർ ദാൻ 50 ബെഡ്സ് അല്ലെ. ഓക്കെ. നാബിൽ എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട്? നാബിൽ എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട്? 10 ചാപ്റ്റേഴ്സ് അല്ലെ. എത്ര സ്റ്റാൻഡേർഡുകൾ ഉണ്ട് നാബില്? 100 സ്റ്റാൻഡേർഡ്സ് അല്ലെ. ഓക്കെ. എത്ര ഒബ്ജക്റ്റീവ് എലമെന്റ്സ് ഉണ്ട് നാബില്? 651 അല്ലെ. ഓക്കെ. അതില് കോർ കാറ്റഗറിയിൽ വരുന്നത് ഒബ്ജക്റ്റീവ് എലമെന്റ്സ് എത്രയാ? കോർ കാറ്റഗറിയിൽ വരുന്നത് 102. ഓക്കെ. ഇനി കമ്മിറ്റ്മെന്റ് കാറ്റഗറിയിൽ വരുന്നതാണെങ്കിലോ, കമ്മിറ്റ്മെന്റ് കാറ്റഗറിയില് 459. ഇനി അച്ചീവ്മെന്റ് കാറ്റഗറിയിലാണെങ്കിലോ, അച്ചീവ്മെന്റ് കാറ്റഗറി
60. ഓക്കെ. എക്സലൻസ് കാറ്റഗറിയിലാണെങ്കിലോ എക്സലൻസ് കാറ്റഗറി 30. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ. പിന്നെ നാബ് സ്റ്റാൻഡേർഡില് പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സ് നോക്കണം. ഇതൊക്കെ ഉണ്ടോ? ഫുൾ ഫോമും ഷോർട്ട് ഫോമും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ആക്സസ് അസസ്മെന്റ് ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് കെയർ AAC, കെയർ ഓഫ് പേഷ്യന്റ് COP, മാനേജ്മെന്റ് ഓഫ് മെഡിക്കേഷൻ MOM, പേഷ്യന്റ് റൈറ്റ്സ് ആൻഡ് എഡ്യൂക്കേഷൻ PRE, ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ HAC. അങ്ങനെ ഓരോരോ ഫുൾ ഫോമും ഷോർട്ട് ഫോമും കൊടുത്തു വെച്ചിട്ടുണ്ട്. അതെന്ത് ചെയ്യാം നോക്കുക. പിന്നെ പ്രധാനപ്പെട്ട കമ്മിറ്റികള് ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ ഉണ്ട്, ക്വാളിറ്റി ആൻഡ് സേഫ്റ്റി കമ്മിറ്റി ഉണ്ട്, ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി ഉണ്ട്, കോഡ് ബ്ലൂ കമ്മിറ്റി, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കമ്മിറ്റി, മെഡിക്കൽ റെക്കോർഡ് റിവ്യൂ കമ്മിറ്റി, ഡിസിപ്ലിനറി ആൻഡ് ഗ്രീവൻസ് ഹാൻഡ്ലിംഗ് കമ്മിറ്റി, ഇന്റേണൽ കംപ്ലൈന്റ്സ് കമ്മിറ്റി. അങ്ങനെ കുറെ കമ്മിറ്റികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ അതൊക്കെ ഒന്ന് നോക്കി വെക്കേണ്ടതുണ്ട് കേട്ടോ. ഓക്കെ. പിന്നെ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ഒന്ന് വായിച്ചു നോക്കുക. ഞാൻ വിശദമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്, അതൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. പിന്നെ റീഇൻക്യുബേഷൻ എന്താണെന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. റീഇൻക്യുബേഷൻ വാസ് ഡിഫൈൻഡ് ആസ് ഇൻക്യുബേഷൻ ആഫ്റ്റർ എക്സ്റ്റുബേഷൻ ഓഫ് എ പേഷ്യന്റ് who had been initially tracheal intubated under general anesthesia or combined general and regional anesthesia. Underline cheya. പിന്നെ ADR ന്റെ ഫുൾ ഫോം അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ, അത് നോക്കി വെക്കുക. പിന്നെ GRN ന്റെ ഫുൾ ഫോം നോക്കി വെക്കുക, ഗുഡ്സ് റെസിപ്റ്റ് നോട്ട്. പിന്നെ BOR എന്താണ്? ബെഡ് ഒക്യുപ്പൻസി റേറ്റ് ആണ്. പിന്നെ LOS എന്താണ്? ലെങ്ത് ഓഫ് സ്റ്റേ ആണ്. പിന്നെ ICD കോഡിംഗ്. ICD എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസ് അല്ലെ, ഡിസീസസ് ആണ് അല്ലെ. അപ്പോ അതിന്റെയൊക്കെ ഫുൾ ഫോം ഒന്ന് നോക്കി വെക്കുക. ക്ലിയർ ആണോ? ഞാൻ ആദ്യത്തെ ചോദ്യം പറയാം, ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഓപ്ഷൻ ഞാൻ പറഞ്ഞു തരാം. Who is the biggest beneficiary of hospital accreditation? ഓപ്ഷൻ ഇല്ലാതെ പറയാൻ പറ്റുമോ? Who is the biggest beneficiary of hospital accreditation? പേഷ്യൻസ് ആണ്. പേഷ്യൻസ് ആണ് കേട്ടോ ബിഗ്ഗസ്റ്റ് ബെനിഫിഷ്യറി എന്ന് പറയുന്നത്. ഓക്കെ. ഇനി അടുത്തതാണ്, which of the following is an international accreditation body for health care? ഇന്റർനാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഏതാണ് ഇതിനകത്ത്? NAB ഉണ്ട്, NABL ഉണ്ട്, JCI ഉണ്ട്, QCI ഉണ്ട്. JCI ആണ് കേട്ടോ, തെറ്റിപ്പോകരുത്. ഇന്റർനാഷണൽ അക്രഡിറ്റേഷൻ ആർക്കാണ്? JCIക്കാണ്. ഓക്കെ. അടുത്ത ചോദ്യം, NAB is an autonomous body established by the dash World Health Organization, Indian Medical Association, Quality Council of India, Ministry of Health and Family Welfare Directive. Quality Council of India. ഇനി അടുത്ത ചോദ്യമാണ്, how does NAB classify a small healthcare organization? Option A with less than 25 beds, option B with less than 50 beds, option C with less than 100 beds, option D based on its revenue, not bed count. ഏതാണ്? with the less than 50 beds. ഇനി അടുത്ത ചോദ്യം പറയാം, the main NAB guidebook for hospital has 10 chapters,
100 standards and how many objective elements? 651. 651 ആണ് കേട്ടോ. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ അടുത്ത ആഴ്ചയാണ് നമ്മുടെ ലാസ്റ്റ് ക്ലാസ് വരുന്നത്. മൺഡേ എന്റെ ലാസ്റ്റ് ക്ലാസ് വരുന്നത്. അതിൽ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. ഇതുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും കിട്ടാത്തതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ ഉള്ളതോ ആയിട്ടുള്ള കാര്യങ്ങളോ ഒന്ന് ജസ്റ്റ് നോക്കിയിട്ടൊന്ന് ചോദിക്കാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ മൈക്ക് ഓൺ ചെയ്യും. ഓക്കെ, ഡൗട്ട് ഒന്നും ഇല്ല. ഏതെങ്കിലും ചോദ്യവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഇല്ല, അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എന്നാ വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു മിസ്. താങ്ക് യു. തിങ്കളാഴ്ച കാണാം. ഒരു ചാപ്റ്ററിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? മിസ് പഠിപ്പിച്ചതല്ല, നിഷ മാമിന്റെ ക്ലാസ് ആയിരുന്നു. ചോദിച്ചു നോക്കിയപ്പോൾ അറിയാമെങ്കിൽ പറഞ്ഞു തരാം കേട്ടോ. അങ്ങനെയല്ല, ESIയുടെ കാൽക്കുലേഷൻ ചെയ്യുമ്പോഴേ നമ്മള് എക്സാമിന് ഇരിക്കുമ്പം എങ്ങനെ കാൽക്കുലേഷൻ ചെയ്യും? ഓ, അത് മിസ്സിനോട് തന്നെ ചോദിക്കേണ്ടി വരും. തിങ്കളാഴ്ച മിസ് കയറുമല്ലോ, അപ്പൊ ചോദിക്കൂ കേട്ടോ. 1:30 കയറില്ലേ? അപ്പൊ ചോദിക്കൂ കേട്ടോ. ഓക്കെ ഓക്കെ, താങ്ക് യു മിസ്. നാളെ ഹോളിഡേ അല്ലേ? നിങ്ങക്ക് ഹോളിഡേ? നാളെ ക്ലാസ് ഉണ്ടാവില്ല. അല്ല, മിസ്സിന് വരണോ? വേണ്ട, എനിക്ക് വരണ്ട. ഓക്കെ, ഹാപ്പി വീക്കെൻഡ്. ഓക്കെ, താങ്ക് യു. അപ്പൊ അടുത്ത ആഴ്ച കാണാം. ഓക്കെ.